നമസ്കാരം. ഇപ്പോൾ നമ്മൾ കണ്ട ഈ കാഴ്ചയില്ലേ, ഇത് ഏതെങ്കിലും ഒരു ഹിറ്റ് സിനിമയുടെ ടിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് തിക്കിത്തിരക്കുന്ന കാഴ്ചയാണെന്നൊന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. ഇത് നമ്മുടെ പുതിയ മുഖ്യമന്ത്രി സതീശൻ സാറിനെ കാണാൻ വേണ്ടിയിട്ട് സെക്രട്ടേറിയറ്റിൽ കാത്തു നിൽക്കുന്ന ജനക്കൂട്ടമാണെന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ചിത്രമാണ്. ഇത് സത്യമാണോ എന്ന് അറിഞ്ഞൂടാ. അവിടെ വലിയ ബഹളമൊക്കെ നടക്കുന്നുണ്ട്. ഏതാണ്ട് ഒരു ഉന്തും തള്ളും പോലെയൊക്കെ അവിടെ കാണുന്നുണ്ട്. 5 പേര് പോവുക, 6 പേര് പോവുക. അത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റാത്തത്ര ദൂരത്തോളം ജനം അവിടെ തിക്കിത്തിരക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇത്തരം കാഴ്ചകളൊന്നും തന്നെ കഴിഞ്ഞ 10 വർഷമായി സെക്രട്ടേറിയറ്റിന് പരിചയമില്ലാത്രേ. കാരണം വളരെ സർവ്വസാധാരണക്കാരായ മനുഷ്യർക്ക് ഇപ്പോൾ അവിടെ മുഖ്യമന്ത്രി സതീശൻ സാറിനെ നേരിട്ട് അദ്ദേഹത്തെ ഓഫീസിൽ ചെന്ന് കണ്ട് തങ്ങളുടെ പരാതിയും നിവേദനങ്ങളൊക്കെ കൊടുക്കാനുള്ള വലിയൊരു സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ജനങ്ങൾ അങ്ങനെ ഒഴുകിയെത്തുന്നു എന്നാണിപ്പോൾ ഈ സോഷ്യൽ മീഡിയയൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. കഴിഞ്ഞ 10 വർഷം പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അവിടെ ഈ സാധാരണക്കാർക്ക് നേരിട്ട് പോയി മുഖ്യമന്ത്രിയെ കണ്ട് ഇത്തരം നിവേദനങ്ങളൊക്കെ കൊടുക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് സംശയമാണ്. വളരെ അത്യാവശ്യം അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രി ഇടപെട്ട് തീർക്കേണ്ട വല്ല വിഷയം ഉണ്ടെങ്കിൽ മാത്രം മുൻകൂട്ടി അനുവാദം വാങ്ങി അതിന് പാസ് എടുത്താൽ അദ്ദേഹത്തെ കാണാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ഉണ്ടാവും, പൊളിറ്റിക്കൽ സെക്രട്ടറിയൊക്കെ ഉണ്ടാവും. അവരെ കണ്ട് ദിവസവും നമുക്ക് അപേക്ഷ കൊടുക്കാം. അതിന് നമുക്ക് അവിടെ നിന്ന് ടോക്കൺ എടുക്കണം. അവരെ പോയി കണ്ട് വിവരങ്ങളൊക്കെ പറയാം. അവരുടെ ഒരു നിലപാട് എന്തായിരുന്നു എന്ന് വെച്ചാൽ പൊതുജനങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റാനായി സർക്കാർ അവരുടെ വീടുകളിലേക്ക് തന്നെ എത്തുക എന്നുള്ള ഒരു അജണ്ടയും പരിപാടിയുമായിരുന്നു അവർ നടപ്പിലാക്കിയത്. എന്ന് പറഞ്ഞാൽ വില്ലേജ് ഓഫീസിൻ്റെ ആയാലും കളക്ടറേറ്റ് ഓഫീസിൻ്റെ ആയാലും ഏതൊരു സർക്കാർ ഓഫീസിൽ നിന്നും കിട്ടേണ്ട സേവനം ഡിജിറ്റലൈസ് ചെയ്യുക, ഓൺലൈനാക്കുക. ഒരു 90% ആവശ്യങ്ങളും സർട്ടിഫിക്കറ്റുകളോ എന്ത് തന്നെയാകട്ടെ അതൊക്കെ തന്നെ വീട്ടിലിരുന്നു കൊണ്ട് നമ്മുടെ ഒരു മൊബൈലിൽ നിന്നൊരു ക്ലിക്ക് വഴി നമുക്ക് നേടാവുന്ന ഒരു രീതിയിലേക്ക് മാറ്റിയെടുക്കുകയായിരുന്നു അവരുടെ ഉദ്ദേശം. അത് ഏതാണ്ട് പരിപൂർണമായി തന്നെ ഇന്ന് സാധ്യവുമാണ്. അതിലെ കുറേ കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ നേരിട്ട് നമുക്ക് വില്ലേജ് ഓഫീസിലൊക്കെ പോകേണ്ടതുള്ളത്. അവിടെ പോയി കരടയ്ക്കുന്നതോ എന്തെങ്കിലും വരുമാന സർട്ടിഫിക്കറ്റോ അതിനൊന്നും തന്നെ ഇപ്പോൾ അവിടെ പോകേണ്ടതായിട്ടുള്ള നമുക്ക് കാര്യമില്ല. അത്തരമൊരു രീതിയാണെങ്കിൽ പൊടുന്നനെ ഈ ഭരണമാറ്റം ഉണ്ടായപ്പോൾ വളരെ ജനകീയനായ ഒരു മുഖ്യമന്ത്രിയാണ് തങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്, ഇത് തങ്ങൾക്ക് നിഷേധിക്കപ്പെട്ട 10 വർഷത്തിൽ നിന്നൊരു മാറ്റമാണെന്നും പറഞ്ഞ് ഇപ്പം ജനക്കൂട്ടം അങ്ങ് ഒഴുകി ചെല്ലുകയാണ് അത്രേ തിരുവനന്തപുരത്തേക്ക്. കാസർഗോഡ് മുതൽ അങ്ങ് തെക്ക് നെയ്യാറ്റിൻകര അതുവരെയുള്ള സകല ജനങ്ങളും ഇപ്പോൾ അതാത് കോൺഗ്രസ് പ്രാദേശിക നേതൃത്വവുമായി തിരുവനന്തപുരത്തെത്തുന്നു. അവിടെ പോയി തമ്പടിച്ച് മുഖ്യമന്ത്രി സാറിനെ കാണുന്നു. അധികാരം കിട്ടിയതിൻ്റെ ഒരു അഭിനന്ദനം അറിയിക്കുന്നതോടൊപ്പം അവരുടെ പല ആവശ്യങ്ങളും മുഖ്യമന്ത്രിയെ കാണുന്നു. അദ്ദേഹം സ്നേഹപൂർവ്വം തലോടുന്നു, ഇരിക്കുന്നു, അത് റീലെടുക്കുന്നു, ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ വളരെ ജനകീയനായ ഒരു മുഖ്യമന്ത്രിയും പണ്ടാണെങ്കിൽ ഇരുമ്പറയ്ക്കുള്ളിലിരുന്ന ഒരു മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നുള്ള ഒരു പ്രതീതിയും സോഷ്യൽ മീഡിയ വഴി നടക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ ഏത് രീതിയാണ് ഏറ്റവും അഭികാമ്യം എന്നൊക്കെ ചോദിച്ചാൽ അത് നമ്മുടെ പ്രേക്ഷകർ തന്നെ വിലയിരുത്തട്ടെ. ഈ 2 രീതികൾക്കും അതിൻ്റേതായ മെറിറ്റും ഡീമെറിറ്റ്സും ഉണ്ടെന്ന് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. പഴയ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് നടന്ന രീതിക്ക് അതിൻ്റേതായ ഒരു ഗുണമുണ്ട്. വളരെ ഡിസിപ്ലിനായ അച്ചടക്കമുള്ള പൊതുജനങ്ങൾക്ക് ആവശ്യമുള്ള സേവനങ്ങളെല്ലാം അവരുടെ വീട്ടുപടിക്കൽ എത്തിക്കുക എന്നുള്ള വളരെ പുരോഗമനപരമായ ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്തെങ്കിലും ഒരു ആവശ്യം നേടാനായിട്ട് ഒരു രാഷ്ട്രീയ നേതാവിൻ്റെയും കാല് പിടിക്കാതെ തന്നെ നടത്തി കിട്ടുക എന്നുള്ളത് വലിയ കാര്യമാണ്. അത് വലിയ പുരോഗമനപരമാണ്. എന്നാൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി സതീശൻ സാറ് നടത്തുന്ന ആ ഒരു രീതിക്ക് മറ്റൊരു മാനമുണ്ട് കേട്ടോ. കാരണം മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് തങ്ങളുടെ വിഷമങ്ങളും സങ്കടങ്ങളും ആവശ്യങ്ങളും പറഞ്ഞ് ആ മുഖ്യമന്ത്രി ഒന്ന് തോളിത്തട്ടി സമാശ്വസിപ്പിച്ച് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ അതിനൊരു കണക്ടിവിറ്റി, മനുഷ്യനായിട്ടുള്ളൊരു ബന്ധം അവിടെ ഉടലെടുക്കുകയും അത് ദീർഘകാലം നീണ്ടു നിൽക്കാനുള്ളൊരു സാധ്യതയും ഇല്ലാതില്ല. മറ്റത് ഒരല്പം യാന്ത്രികമാണെങ്കിൽ ഇവിടെ ഒരു ഹ്യൂമാനിറ്റിയുടെ ഒരു 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 എന്താ ഫിലോസഫി അവിടെ വർക്ക് ചെയ്യും. ഇനി കാര്യങ്ങളൊന്നും ചെയ്തു കൊടുത്തില്ലെങ്കിൽ പോലും വലിയൊരു ആശ്വാസം കിട്ടുന്നത് മനുഷ്യന് നല്ലതായിരിക്കും. പക്ഷേ ഒരു സർക്കാരിന്, ഒരു നേതാവിന്, മുഖ്യമന്ത്രിക്ക് ഇത്
പ്രായോഗികമാണോ എന്നുള്ളത്. സെക്രട്ടേറിയറ്റ് പോലുള്ള ഒരു ഓഫീസിൽ വലിയൊരു ജനക്കൂട്ടം തടിച്ചു നിൽക്കുന്നതും അവർക്കെല്ലാം ഈ മുഖ്യമന്ത്രിയെ പോയി കണ്ട് തങ്ങളുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞ്, ചെറിയ കാര്യങ്ങൾ ആണെങ്കിൽ പോലും ശരി, ഒരു കാഴ്ച കണ്ടു. ഒരു വയസ്സായ മുത്തശ്ശി സതീശൻ സാറിനെ പോയി കാണുന്നു. അവരേതോ തൊട്ട വീട്ടിലെയോ ആരോ അവരെ ഉപദ്രവിക്കുന്നു, ചീത്ത വിളിക്കുന്നു എന്നൊക്കെ പരാതി പറയുന്നതാണ്. അത് ഞാൻ നോക്കിക്കോളാം, അവരോട് പറഞ്ഞാൽ മതി, എൻ്റെ ഒരു മോൻ സെക്രട്ടേറിയറ്റിൽ ഇരിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞ് സമാശ്വസിപ്പിക്കുന്നുണ്ട്. വലിയൊരു മാനമുണ്ട്, ആ അമ്മയ്ക്ക് വലിയ സന്തോഷം ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ അതിൻ്റെ യഥാർത്ഥത്തിൽ ഒരു പോംവഴിയാണോ എന്നറിയില്ല. അവർക്ക് അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ അത് സാധാരണഗതിയിൽ സാധാരണ ലോക്കൽ പോലീസ് പരിഹരിച്ചു കൊടുക്കേണ്ടതാണ്. ഇവിടെ അത് ഇങ്ങനെയാണ് സതീശൻ സാറ് പരിഹരിക്കാൻ ശ്രമിക്കുന്നത്. അതെന്തായി എന്ന് നമുക്കറിയില്ല. പക്ഷേ ഈ ഒരു കാഴ്ച സെക്രട്ടേറിയറ്റിൽ എത്രത്തോളം നീണ്ടു നിൽക്കാൻ പറ്റുമെന്ന് നമുക്കറിയില്ല. കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്ക് ഒരു 3 ലക്ഷമോ അല്ലെങ്കിൽ ദിവസവും 3 ലക്ഷത്തോളം പരാതികളും ആവശ്യങ്ങളും ഉണ്ടാവും. ഇതൊക്കെ ഒരു മുഖ്യമന്ത്രിയെ പോലെ വളരെ അത്യുന്നതനായ ഒരു രാഷ്ട്രീയ നേതാവിന് അവിടെ ഇത്തരം പരാതികളൊക്കെ പരിഹരിച്ചു കൊടുക്കുക എന്നുള്ളത് പ്രായോഗികമായിരിക്കില്ല. അതിനാണ് സർക്കാർ സംവിധാനം. ഈ ജനങ്ങളുടെ ആവശ്യങ്ങളെല്ലാം തന്നെ സർക്കാർ മെഷീനറിയിൽ അതാത് തലങ്ങളിൽ തന്നെ പരിഹരിക്കപ്പെടേണ്ടതാണ്. അങ്ങനെ പരിഹരിക്കപ്പെടാത്തതെല്ലാം ലോക്കലായിട്ടുള്ള രാഷ്ട്രീയ സംവിധാനങ്ങൾ ഇടപെട്ട് തീർക്കേണ്ടതാണ്. അതും ഇടതുപക്ഷ കാലത്ത് പലപ്പോഴും നിയന്ത്രണങ്ങളുണ്ടായിരുന്നു. ഒരു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ചെറിയൊരു കാര്യം സാധിക്കണമെങ്കിൽ പണ്ടൊക്കെ രാഷ്ട്രീയ നേതാക്കൾ ലോക്കലായ നേതാക്കളും കൂടെ പോയി, പാവപ്പെട്ടവർക്ക് പേടിയുണ്ടാവും, അവരെ കൂടെ പോയിട്ട് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു പ്രശ്നപരിഹാരം ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഈ കഴിഞ്ഞ 10 വർഷം അത് നിരുത്സാഹപ്പെടുത്തിയിരുന്നു. രാഷ്ട്രീയക്കാരൊന്നും പോലീസ് സ്റ്റേഷനിൽ പോയി ഇടപെടണ്ട എന്നൊരു രീതി ഉണ്ടായിരുന്നു അത്രേ. അപ്പം ജനങ്ങളുമായിട്ട് ലോക്കലായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കൾക്ക് അകൽച്ച സംഭവിച്ചത് കൂടിയായിരുന്നു ഇടതുപക്ഷത്തിൻ്റെ പരാജയ കാരണം എന്നുള്ളത് അവരറിയാതെ പോയോ എന്നൊരു സംശയമുണ്ട്. അത് UDF നന്നായി മനസ്സിലാക്കിയിരുന്നു. അത് ശരിക്കും മനസ്സിലാക്കിയ ഒരു നേതാവാണ് നമ്മുടെ പുതിയ മുഖ്യമന്ത്രി. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ കൂടിയാണ് ഇപ്പോൾ ഈ കാണുന്ന കാഴ്ചകൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് സത്യമാണെങ്കിൽ, ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് വളരെ സത്യമാണെങ്കിൽ, അത്തരം ഒരു ഫിലോസഫിയാണ് അവിടെ സതീശൻ സാറ് പയറ്റുന്നത്. പക്ഷെ അത് എത്രത്തോളം കാലം അദ്ദേഹത്തിന് തുടരാൻ പറ്റും എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. സെക്രട്ടേറിയറ്റ് പോലെയുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കാണുന്ന കാഴ്ചകൾ ഒട്ടും ആശാസ്യമല്ല എന്നുള്ളത് പറയാതിരിക്കാൻ നിവൃത്തിയിൽ. പ്രേക്ഷകർക്ക് ഈ വിഷയത്തിൽ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് പറയാനുണ്ടാവും. കമൻറ്റുകൾ എഴുതുക. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയമായി മറ്റൊരു എപ്പിസോഡ് കാണുന്നവരെ താങ്ക് യു. ചേട്ടാ